പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഏതായാലും നമ്മുടെ ഈ വർഷത്തെ +2-ൻ്റെ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണവും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഈ വർഷം പൊളിറ്റിക്കൽ സയൻസിലെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 2 ടെക്സ്റ്റുകളാണുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച 2 ടെക്സ്റ്റുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കാണ്, മറ്റൊന്ന് പൊളിറ്റിക്കൽ തിയറിയാണ്. ഇങ്ങനെ 2 ടെക്സ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഈ വർഷവും അതുപോലെ തന്നെ 2 ടെക്സ്റ്റുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം. അതാണ് ഒരു ടെക്സ്റ്റ്. രണ്ടാമത്തെ ടെക്സ്റ്റ് കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, സമകാലിക ലോക രാഷ്ട്രീയം. ഇങ്ങനെ 2 ടെക്സ്റ്റുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരിമിതികളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. ഇതിൽ സംശയങ്ങൾ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജിലൂടെയോ ഒക്കെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സംശയങ്ങളൊക്കെ തന്നെ ക്ലിയർ ആക്കി തരും. അപ്പോൾ 2 ടെക്സ്റ്റുകളാണ് നമുക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ടെക്സ്റ്റിലും 9 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 9 പാഠഭാഗങ്ങൾ ഓരോ ഭാഗത്തുമുണ്ട്. അങ്ങനെ മൊത്തം 18 ചാപ്റ്ററുകളാണ് നമുക്ക് ഉള്ളത്. ഈ 18 ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്, ഇത് തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് കുറച്ച് പ്രയാസമൊക്കെ തോന്നിയവരുണ്ടാവും പൊളിറ്റിക്സ്. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ, പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും എളുപ്പമായിരുന്നു നമ്മുടെ ഈ വർഷത്തെ +1-ൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പരീക്ഷ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ, അതായത് നമ്മൾ +1-ൽ പഠിച്ചതിനേക്കാൾ എത്രയോ എളുപ്പമാണ് 2ാം വർഷം എന്നുള്ളതാണ് ഇതിൽ തുടക്കം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് സെക്കൻഡ് ഇയറിൽ നമുക്കുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. +1 നിങ്ങൾക്ക് പ്രയാസകരമായ ആളുകൾക്കെല്ലാം തന്നെ +2 വളരെ എളുപ്പത്തിൽ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വർഷത്തെ 2 ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം. ഈ ടെക്സ്റ്റാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിലേക്ക് പോകുന്നത്, സമകാലിക ലോക രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 ടെക്സ്റ്റാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയവും, രണ്ടാമത്തത് സമകാലിക ലോക രാഷ്ട്രീയം. ഇങ്ങനെ 2 ടെക്സ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 47-ന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം, അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 47-ന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വളരെ നമ്മൾ നേരത്തെ കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ പലതും ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്നതാണ്. ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ വെല്ലുവിളികൾ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. നേരത്തെ ഓൺലൈൻ ക്ലാസ് കേട്ടപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ രാഷ്ട്രനിർമ്മാണം, അതിന് നമ്മൾ എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടത്, ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ളത്. ഇപ്പോൾ രാഷ്ട്രനിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു. ഏകദേശം 200 വർഷക്കാലത്തോളമുള്ള
വളരെ നീണ്ട ഒരു കാലയളവ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായി. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം വേണമെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നു. ആ വാദത്തെക്കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ 2 നേഷൻ തിയറി എന്ന് പറയുന്നതാണത്. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യം രൂപപ്പെട്ടു. ഇന്ത്യയെ മുറിച്ചുകൊണ്ടൊരു ഇസ്ലാമിക രാജ്യം ഉണ്ടായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും ചെയ്തു. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ രൂപപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയാവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന പേരിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്ന പേരിലുള്ള ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടന്നത്. അങ്ങനെ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ സ്വാതന്ത്ര്യത്തിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഒരു പുസ്തകത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും, സ്വാതന്ത്ര്യം അർദ്ധരാത്രി, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. കേട്ടിട്ടുണ്ടോ ആ പുസ്തകത്തിൻ്റെ പേര്? ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും? ആ പുസ്തകത്തിൻ്റെ പേരൊന്ന് ഓർമ്മിച്ച് നോക്കുക അല്ലേ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്നൊരു പുസ്തകങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പോൾ അർദ്ധരാത്രി, അതായത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ഇവിടെ നമുക്ക് ചില പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ നമ്മുടെ ചില മുൻ അറിവുകൾ ആവശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? 1946 ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 14 അർദ്ധരാത്രി ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു മണി മുഴങ്ങുന്ന നേരം, ആ സമയത്ത് നെഹ്റുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെഹ്റു എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ശക്തമായ പങ്കുവഹിച്ച വ്യക്തിയാണ്. മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് 1885 കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന്. അതായത് 1947 ഓഗസ്റ്റ് 14 നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗം നടത്തി. ഏറ്റവും വലിയൊരു പ്രസംഗം. ആ പ്രസംഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നെഹ്റു തൻ്റെ ആ പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം വളരെ വലുതായിരുന്നു. ആ പ്രസംഗം അറിയപ്പെടുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ്. 1947 ഓഗസ്റ്റ് 14 നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ പ്രസംഗം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നെഹ്റു നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം അറിയപ്പെടുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുമായി സമാഗമം എന്നാണ്. ആ പ്രസംഗത്തിൽ നെഹ്റു തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നീണ്ട പോരാട്ടത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്ത ആളുകളെക്കുറിച്ചുമൊക്കെ വളരെ വികാരനിർഭരമായൊരു പ്രസംഗമായിരുന്നു അവിടെ നടത്തിയത്. അത് ഒരു വലിയ ഒരു മെമ്മറബിൾ സ്പീച്ച്, നെഹ്റു മെയ്ഡ് എ മെമ്മറബിൾ സ്പീച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയധികം ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം അറിയപ്പെടുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ്. TRYST, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, DSTINY, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി.
വിധിയുമായി സമാഗമം. തൻ്റെ ആശങ്കകൾ, തൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണങ്ങളെല്ലാം നെഹ്റു അവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം തന്നെയാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ 1947 ഓഗസ്റ്റ് 14 നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി സമാഗമം. അപ്പോൾ അതെല്ലാവരും ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി സമാഗമം എന്നാണ് ആ പ്രസംഗത്തിൻ്റെ പേര്. എല്ലാ വർഷവും വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഈ വർഷവും അത് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം സെക്കൻഡ് ഇയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നെഹ്റു നടത്തിയ ഒരു മെമ്മറബിൾ സ്പീച്ച് മെയ്ഡ് ബൈ നെഹ്റു, ദാറ്റ് വാസ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി സമാഗമം. ഇങ്ങനെ ഒരു വലിയ പ്രസംഗം അദ്ദേഹം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം തൻ്റെ ആശകളും ആശങ്കകളും ഒക്കെയാണ് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ച് പങ്കുവെച്ചത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കാരണം 200 വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ച് അവരതിനെ മുടിച്ചു പോയതാണ്. സാമ്പത്തികമായി നമ്മൾ അങ്ങേയറ്റം ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ഇന്ത്യ വിട്ടു പോയത്. നമുക്കറിയാം. അങ്ങനെ ഇന്ത്യ വിട്ടു പോകുമ്പോൾ തന്നെ ഇന്ത്യയെ രണ്ടായി മുറിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മതപരമായ വർഗീകരണം നടത്തി. അങ്ങനെയൊക്കെ ഒട്ടനവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം തന്നെയുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചു. അങ്ങനെ കടുത്ത വെല്ലുവിളികളിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികളായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പ്രധാനമായും നേരിട്ട 3 വെല്ലുവിളികൾ ഏവ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പോൾ 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി സമാഗമം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ 1947 ഓഗസ്റ്റ് 14 നെഹ്റു നടത്തിയ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത്, വിധിയുമായി സമാഗമം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ അംഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രത്യേക സമ്മേളനം വിളിക്കുകയും അതിൽ വെച്ച് അദ്ദേഹം ഒരു വിശ്വപ്രസിദ്ധമായൊരു പ്രസംഗം നടത്തുകയും ചെയ്തു. അതാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം, രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യ ബ്രിട്ടീഷുകാരാൽ ചൂഷണം ചെയ്യപ്പെട്ട്, സാമ്പത്തികമായി വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ട ഇന്ത്യ കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത്. മാത്രമല്ല ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെ ഒരു പുതിയ രാജ്യം, മതപരമായ രീതിയിൽ ഒരു പുതിയ രാജ്യം രൂപപ്പെട്ടു വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ആ 3 വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, അത് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ടു മെയ്ഡ് എ യൂണിഫൈഡ് നേഷൻ. ദാറ്റ് മീൻസ് ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക. ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതിൽ ഒന്നാമത്തെ കാര്യം ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക. എന്താണ് ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നേരത്തെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഭരിച്ച് നാട്ടുരാജ്യങ്ങളായി നിന്നിരുന്ന, ഒട്ടനവധി സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന, കൃത്യമായ ഒരു അതിർത്തി പോലും ഇല്ലാതിരുന്ന രാജ്യമാണ്. അതിനെ ഏകീകരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവരിക, എല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള രീതിയിലേക്ക് അവരെ ഒന്നിച്ചു കൊണ്ടുവരിക. അതാണ് ഒന്നാമത്തെ ഒരു വെല്ലുവിളി. അത് ചെറിയ വെല്ലുവിളിയല്ല, വളരെ വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താ, ഇന്ത്യയിലെ പലതരത്തിലുള്ള ജാതി, മത, ഭാഷ, വർഗ, വേഷഭേദങ്ങളോടുകൂടിയ ജനതയാണ് ജീവിക്കുന്നത്. ഈ ജനതയെ ഒരു കുടക്കീഴിലേക്ക്, ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് ഒന്നിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം അസാഡസായിരിക്കുന്ന, അങ്ങേയറ്റം പ്രയത്നമുള്ള ഒരു ജോലിയാണ്. അതാണ് ഒന്നാമത്തെ വെല്ലുവിളി. അപ്പോൾ
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക എന്നാണ്. ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഒരു ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചലഞ്ച് ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പ്രധാനമായും 3 വെല്ലുവിളികൾ നേരിട്ടു. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഒരു ഏകീകൃതമായ രാജ്യം നിർമ്മിക്കുക, ചിതറിക്കിടക്കുന്ന ഒരു രാജ്യത്തെ ഏകീകരിച്ചു കൊണ്ടുവരിക. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചലഞ്ച്. എല്ലാവരും ആ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ് ഒന്നാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചലഞ്ച്, ദ സെക്കൻഡ് ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക. രണ്ടാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. ജനാധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അറിയാം, നെഹ്റു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ് നെഹ്റു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ഒരു തെരഞ്ഞെടുപ്പോ കാര്യങ്ങളോ ഒന്നും നടത്താതെ ഏകാധിപത്യപരമായ രീതിയിലാണ് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇന്ത്യ ഭരിക്കുക എന്ന് നെഹ്റു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ജനാധിപത്യം ഭരണകൂടം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വെല്ലുവിളി. അതും വലിയ വെല്ലുവിളിയാണ്. കാരണം എന്താ, ജനാധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വെല്ലുവിളിയാണെന്ന്. എങ്ങനെയാണ് ജനാധിപത്യം നടക്കുന്നത്? എങ്ങനെയാണ്? ഡെമോക്രസി എന്ന് പറയുന്നത് ത്രൂ വോട്ടിംഗ് ആണ്, വോട്ടിങ്ങിലൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള 10-17 കോടി ആളുകളെ അന്ന് വോട്ടേഴ്സായിട്ട് ഇന്ത്യയിലുള്ളൂ, അല്ലെങ്കിൽ 21 വയസ്സുള്ള ആളുകൾ അന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത്, അതും മിക്കവാറും ആളുകൾ എങ്ങനെയാണ്, ഇല്ലിട്രേറ്റ് ആണ്, നിരക്ഷരരാണ്. ഈ ജനതയെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക, ഇത് വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ചലഞ്ച് ദാറ്റ് വാസ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ജനാധിപത്യത്തെ സ്ഥാപിക്കുക. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ, ഒരു ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക, ചിതറിക്കിടക്കുന്ന ഇടത്തു നിന്നും ഒരു ഏകീകൃതമായ രാജ്യത്തെ ഉണ്ടാക്കി കൊണ്ടുവരിക. രണ്ടാമത്തതാണ് ഞാൻ ഈ പറഞ്ഞ ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. രണ്ടാമത്തത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നതാണ്. ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നെഹ്റുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ജനാധിപത്യം എങ്ങനെ സ്ഥാപിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ വെല്ലുവിളി ഉണ്ടായിരുന്നത്. ഇനി തേർഡ് വൺ, മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി. To ensure the welfare and development of the entire society. ആ പോയിന്റ് എഴുതിക്കോളാം, ഇംഗ്ലീഷിൽ ചെയ്യുന്നവർ പ്രത്യേകിച്ച് എഴുതിക്കോ. ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും സാധ്യമാക്കുക. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും സാധ്യമാക്കുക. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും സാധ്യമാക്കുക. എല്ലാ വിഭാഗം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ജാതിയുണ്ട്, മതമുണ്ട്, ഭാഷയുണ്ട്, വർഗമുണ്ട്, ദരിദ്രരുണ്ട്, പണക്കാരുണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്. ഇങ്ങനെ പലതരം, ഭൂരിപക്ഷവും ദരിദ്ര തന്നെയാണ്, അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും സാധ്യമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല ലക്ഷ്യം. നേരെ മറിച്ച് സമൂഹത്തിലെ ദ എൻറ്റയർ സൊസൈറ്റിയാണ്. ടു എൻഷുർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും ഇവിടെ സാധ്യമായി കൊണ്ടുവരണം. ദാറ്റ് വാസ് ദ തേർഡ് ചലഞ്ച്. ഇങ്ങനെ 3 തരം വെല്ലുവിളികളാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 3 വെല്ലുവിളികൾ നേരിട്ടു. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഏകീകൃതമായ രാഷ്ട്രം നിർമ്മിക്കുക എന്നതായിരുന്നു. ടു ബിൽഡ് എ യൂണിഫൈഡ് നേഷൻ. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും വികസനവും സാധ്യമാക്കുക എന്നതായിരുന്നു. ദീസ് ആർ ദ 3 challenges ഇന്ത്യ ഫേസ്ഡ് സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇങ്ങനെ 3 വെല്ലുവിളികൾ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ഈ 3 വെല്ലുവിളികളെ എങ്ങനെയാണ് ഇന്ത്യ നേരിട്ടത് എന്നാണ്. ഈ 3 വെല്ലുവിളികൾ നമ്മൾ എങ്ങനെ നേരിട്ടു, അത് എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞു, എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിട്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ മറികടന്നത്, ഏത് രീതിയിൽ അത് വിജയപ്രദമായി നടത്താൻ സാധിച്ചോ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ആദ്യം മുതൽ പറയാം.
1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ഓഗസ്റ്റ് 14 നെഹ്റു ഒരു വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗം നടത്തി. അത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായി സമാഗമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പ്രസംഗം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് നെഹ്റു നടത്തിയത്. അത് ദാറ്റ് വാസ് എ മെമ്മറബിൾ സ്പീച്ച് മെയ്ഡ് ബൈ നെഹ്റു. അതൊരു വളരെ മെമ്മറബിൾ ആയിരിക്കുന്ന ഒരു സ്പീച്ചായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രയായ ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഇന്ത്യക്ക് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത്. ഈ 3 വെല്ലുവിളികൾ എല്ലാവരും ഓർത്തു വെക്കുക, എല്ലാവരും പഠിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ഒന്ന് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയും പിന്നെ ഈ പറഞ്ഞ 3 ചലഞ്ചസും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.